ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനായി തുടങ്ങിയ കവചം പദ്ധതി വിജയകരമായി പരീക്ഷിച്ചു. സംസ്ഥാനത്തെ 85 ഇടങ്ങളിൽ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച മുന്നറിയിപ്പ് സൈറണുകളാണ് കഴിഞ്ഞ ദിവസം പരീക്ഷിച്ചത്. പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകുകയാണ് കവചം പദ്ധതിയുടെ ലക്ഷ്യം. സ്കൂളുകൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ 85 ഇടങ്ങളിലാണ് മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഉയരമുള്ള സ്ഥലങ്ങളിലെ കെട്ടിടങ്ങളുടെ മുകളിലാണ് സൈറനുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു പദ്ധതിയുടെ പരീക്ഷണം. സ്കൂളുകളിൽ സ്ഥാപിച്ച സൈറനുകൾ 3 തവണ മുഴങ്ങി. ആദ്യം മുന്നറിയിപ്പായി അനൗൺസ്മെന്റും നടത്തിയിരുന്നു. സൈറൻ മുഴങ്ങുമ്പോൾ ചുമപ്പും പച്ചയും നിറങ്ങളിലുള്ള ലൈറ്റും പ്രകാശിച്ചു. വിദ്യാർത്ഥികൾക്ക് പരീക്ഷണത്തെക്കുറിച്ച് നേരത്തെ തന്നെ അറിയിപ്പ് നൽകിയിരുന്നു. കുട്ടികൾ ഭയങ്കര ആകാംക്ഷയായിരുന്നു, അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഇതിൻ്റെ സൗണ്ട് എങ്ങനെയാണ് കേൾക്കുന്നതെന്നുള്ള കാര്യമൊക്കെ അവർ രാവിലെ തൊട്ട് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റോടെ ക്യൂരിയോസിറ്റി ആയിട്ടാണ് വെയിറ്റ് ചെയ്തിരുന്നത്. 1:30 വരുന്ന പറഞ്ഞു ടീച്ചേഴ്സൊക്കെ, പക്ഷെ 1:30 വന്നിട്ടില്ല. പിന്നെ ടീച്ചർ പറഞ്ഞു 4 മണിക്ക് വരുന്നു. അപ്പോൾ 4 മണിക്ക് വന്നതിൻ്റെ ഇത് ഒച്ച കേട്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ് ഇപ്പോൾ. സ്കൂളിൽ സൈറൻ മുഴങ്ങുന്നത് കേട്ട് പുറത്തുനിന്ന് പലരും അന്വേഷിക്കാനെത്തി. വയനാട് ജില്ലയിൽ 4 ഹൈസ്കൂളുകളിലും പെരിക്കല്ലൂർ പ്രീ മെട്രിക് ബോയ്സ് ഹോസ്റ്റലിലുമാണ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സംവിധാനം പൊതുജനങ്ങൾക്ക് പ്രയോജനകരമാകുമെന്നാണ് പ്രതീക്ഷ. മാതൃഭൂമി ന്യൂസ്, വയനാട്.